ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പൈൻഡ് മീനും കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. നമ്മുടെ കയ്യിൽ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് ടേംസ് ആണ് N1, സെക്കൻഡ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് ടേംസ് ആണ് N2. അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പിലെ മീൻ നമുക്ക് അറിയാം x1 ബാർ. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ മീനും നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അറിയാം, സെക്കൻഡ് ഗ്രൂപ്പിന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാം. ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പുകളെയും കമ്പൈൻ ചെയ്ത് നമ്മൾ സിംഗിൾ ഗ്രൂപ്പ് ആക്കുമ്പോൾ അവയുടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. കമ്പൈൻഡ് മീനിനെ നമ്മൾ x12 ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കുന്നത് N1 x1 ബാർ പ്ലസ് N2 x2 ബാർ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. ഇതുപോലെ തന്നെ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമുക്ക് ചെയ്യാൻ പറ്റും. കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ σ12 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫോർമുല ഇങ്ങനെയാണ്: N1 σ1 സ്ക്വയർ പ്ലസ് N2 σ2 സ്ക്വയർ പ്ലസ് N1 d1 സ്ക്വയർ പ്ലസ് N2 d2 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഇതിൻ്റെ അകത്ത് d1 d2 എന്ന് പറയുന്നത് d1 ഈസ് ഈക്വൽ ടു x1 ബാർ മൈനസ് x12 ബാർ, d2 എന്ന് പറയുന്നത് x2 ബാർ മൈനസ് x12 ബാർ. അതായത് സെപ്പറേറ്റ് മീനിൽ നിന്നും കമ്പൈൻഡ് മീൻ മൈനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ d1 എന്നും d2 എന്നും പറയുന്നത്. ഈ രീതിയിലാണ് കമ്പൈൻഡ് മീനും കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം നോക്കാം. നമുക്ക് രണ്ട് ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് ടേംസ് 10 ആണ്. അവയുടെ മീൻ എന്ന് പറയുന്നത് 40 ആണ്. അവയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് ടേംസ് 10, അവരുടെ മീൻ എന്ന് പറയുന്നത് 60, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3. ഈ രണ്ട് ഗ്രൂപ്പുകളെയും കമ്പൈൻ ചെയ്ത് നമ്മൾ ഒന്നാക്കുമ്പോൾ ആ പുതിയ ഗ്രൂപ്പിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കമ്പൈൻഡ് മീൻ ആണ് ചെയ്യുന്നത്. കമ്പൈൻഡ് മീൻ്റെ ഫോർമുല എന്തായിരുന്നു? x12 ബാർ ഈസ് ഈക്വൽ ടു N1 x1 ബാർ പ്ലസ് N2 x2 ബാർ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. N1ന്റെ വാല്യൂ 10 ഇൻറ്റു x1 ബാർ 40 പ്ലസ് N2ന്റെ വാല്യൂ 10 ഇൻറ്റു x2 ബാറിൻ്റെ വാല്യൂ 60 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2, അതായത് 10 പ്ലസ് 10. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 400 പ്ലസ് 600 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. ഇസ് ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ 20 വിച്ച് ഇസ് ഈക്വൽ ടു 50 എന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ കമ്പൈൻഡ് മീൻ നമുക്ക് കിട്ടി 50 എന്ന്. ഇനി കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടെ ചെയ്യാം. കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ d1ന്റെ വാല്യൂ d2ന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. d1 എന്ന് പറയുന്നത് x1 ബാർ മൈനസ് x12 ബാർ ആണ്. x1 ബാറിന്റെ വാല്യൂ 40 മൈനസ് x12 ബാർ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത കമ്പൈൻഡ് മീൻ ആണ്. അതായത് 50 മൈനസ് ചെയ്യുമ്പോൾ -10 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ d2 ചെയ്യുക. d2 എന്ന് പറയുന്നത് x2 ബാർ മൈനസ് x12 ബാർ ഇസ് ഈക്വൽ ടു 60 മൈനസ് 50 10 എന്ന് നമുക്ക് കിട്ടും. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടെ ചെയ്യാം. കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല എന്താണ്? σ12 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് N1 σ1 സ്ക്വയർ പ്ലസ് N2 σ2 സ്ക്വയർ പ്ലസ് N1 d1 സ്ക്വയർ പ്ലസ് N2 d2 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് N1ന്റെ വാല്യൂ 10 ഇൻറ്റു σ1 സ്ക്വയർ 5ന്റെ സ്ക്വയർ പ്ലസ് N2 10 ഇൻറ്റു σ2 സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു d1 സ്ക്വയർ, d1ന്റെ വാല്യൂ -10 സ്ക്വയർ പ്ലസ് N2 10 ഇൻറ്റു d2 സ്ക്വയർ, അതായത് 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 10 പ്ലസ് 10. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് 10 ഇൻറ്റു 25 പ്ലസ് 10 ഇൻറ്റു 9 പ്ലസ് 10 ഇൻറ്റു 100 പ്ലസ് 10 ഇൻറ്റു 100 divided by 20 which is equal to root of
250 പ്ലസ് 90 പ്ലസ് 1000 പ്ലസ് 1000 ഡിവൈഡഡ് ബൈ 20. ഇത് ആഡ് ചെയ്യുമ്പോൾ 2000 2050 വരും 2314 വരും ഡിവൈഡഡ് ബൈ 20 റൂട്ട് ഓഫ് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 117 കിട്ടും. അതിൻ്റെ റൂട്ട് 10.7. ഇതാണ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ.